നമസ്കാരം. ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, അദ്ദേഹത്തോട് നമുക്കെല്ലാം വലിയ സ്നേഹമാണ്, വലിയ ബഹുമാനമാണ്. ഒരു ആത്മീയ ആചാര്യൻ, ഒരു ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് ഒരു ഗുരുവര്യനായിട്ട് കൂടി അദ്ദേഹത്തെ നമ്മളൊക്കെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ചില വാക്കുകളും ചില പ്രവർത്തികളും ഒക്കെ തന്നെ സമൂഹത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഷട്ടിട്ട് അമ്പലത്തിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് സ്വാമിജി ഒരു പ്രസ്താവന നടത്തിയത്. പുണ്യാഹം നടത്താതെ ദേവസ്വം വക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്കും പ്രവേശനം നൽകൂ. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഇതാണ് പറഞ്ഞത്. അതായത് പുണ്യാഹം നടത്താതെ അഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞ അഭിപ്രായങ്ങളെ നമ്മൾ ഖണ്ഡിക്കുന്നില്ല, പക്ഷേ അതിനകത്ത് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അഹിന്ദുക്കൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാം, തൊഴാം. എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായവരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായവരും ഈ മതങ്ങളിലൊന്നും വിശ്വസിക്കാത്തവരും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ അമ്പലത്തിലെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിൽ പൂജ കഴിച്ചിരുന്നു. അവിടെ ധാരാളമായിട്ട് മുസ്ലിം സ്ത്രീകൾ, ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കൊക്കെ വരുന്ന മുസ്ലിം സ്ത്രീകൾ അതിനടുത്തൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വന്നിട്ട് അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ച് എത്രയോ പേർ അവിടെ അകത്ത് കയറി അവിടെ ദേവിയെ തൊഴാനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം. പുണ്യാഹമൊന്നും നമ്മൾ തളിച്ചിട്ടില്ല. എന്തൊക്കെയാലും ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ഒരു നിലപാട് കൊള്ളാം, പക്ഷെ അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുമോ എന്നുള്ള സംശയം ചോദിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അപ്പൊ പിന്നെ കയറി വന്ന് പൊട്ടിത്തെറിക്കുന്ന ടീമിന് കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ. ആർക്കും വേണമെങ്കിലും വന്ന് എന്തെങ്കിലും ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിക്കുകയും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ക്ഷേത്രങ്ങളെ തകർക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പത്മനാഭന്റെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ മുന്നിൽ സ്വത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറയാനും ദേവസ്വം ബോർഡിൽ അന്യമതസ്ഥർക്ക് കയറിക്കൂടാനും ഒക്കെ ഇമാതിരി അഭിപ്രായങ്ങൾ ഇട നൽകില്ലേ എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. കാഫിർ ദൈവങ്ങളെ ആർക്കും ആവശ്യമില്ല. അതിനെ എങ്ങനെങ്കിലും തകർത്ത് ക്ഷേത്ര സ്വത്ത് അടിച്ചു മാറ്റാനാണ് മതേതര കേരളം പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റീൽസ് നാടകങ്ങൾ മുതൽ പത്മനാഭന്റെ തലയ്ക്ക് മുകളിൽ ഹെലികോപ്റ്റർ പറപ്പിക്കുന്നത് വരെ അതിന്റെ ടെസ്റ്റ് ഡോസുകളാണ്. ഹിന്ദു ദൈവങ്ങളോട് അത്രയ്ക്ക് ഭക്തിമൂത്ത് നിൽക്കുന്ന അഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ മതം മാറി വരട്ടെ എന്നുള്ള അഭിപ്രായവും പറയുന്നുണ്ട്. സ്വാമിയുടെ മതേതരത്തിന് ചെറിയ ശമനം കിട്ടാൻ ഒരു ഉപായം കൂടി നിർദ്ദേശിക്കാം. ക്ഷേത്രത്തിലെ ദേവതയിൽ വിശ്വാസവും ഭക്തിയുമുണ്ട് എന്ന് എഴുതി നൽകിയാൽ ഏത് മതസ്ഥനും പ്രവേശനം നൽകുന്ന ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. അത് നല്ലൊരു രീതിയാണ്. കാരണം മതഭ്രാന്തനായ ഒരു തീവ്രവാദിയും അങ്ങനെ എഴുതി തരാൻ തയ്യാറാകില്ല. അത് അവരുടെ മതം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ രീതി പിന്തുടരുന്നതാകും നല്ലത്. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു ഈ ഒരു വ്യക്തി. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടിയാണ്. അപ്പോൾ അത്തരമൊരു സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അത് ഈ എഴുതി നൽകിയിട്ട് കയറുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പുണ്യാഹവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നൽകട്ടെ. പിന്നെ ഈ മതേതരന്മാർ അല്ലെങ്കിൽ മതേതരന്മാരെന്ന് നടിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതുപോലെ ക്ഷേത്ര സഞ്ചയങ്ങളെയും ക്ഷേത്ര വിശ്വാസങ്ങളെയും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് ഒരു സത്യം കൂടിയാണ്. അപ്പം അഹിന്ദുക്കൾ കയറുന്നതിൽ വിരോധമൊന്നുമില്ല. സ്വാമിയുടെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷെ അതിന് ചില നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തുന്നത് അത് നല്ലതല്ലേ? ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടി, ഇന്നത്തെ കാലമാണ്, സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടി അത് നല്ലതല്ലേ എന്നുകൂടി ഒന്നുകൂടി ആലോചിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.